Hi students, welcome back to a lecture series of mechanics. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോറിയോളിസ് ഫോഴ്സ് എന്താണെന്നാണ്. കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു അപ്പാരന്റ് ഫോഴ്സ് ഇൻ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റമാണ്. ദ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇൻ എ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം ഈസ് സം ഓഫ് കോറിയോളിസ് ഫോഴ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. Coriolis force is minus 2m omega cross v rot. Omega is the angular velocity of the rotating coordinate system. V rot is the velocity of the particle with respect to the rotating coordinate system. And this value is minus 2m into omega cross v rot. And it is perpendicular to both omega and v rot. That means it is opposite to the direction of omega cross v rot. വളരെ കൃത്യമായിട്ട് നമ്മളത് എന്താണ് കോറിയോളിസ് ഫോഴ്സ് എന്നും അത് ഡിഫൈൻ ചെയ്തു. If the particle's velocity is 0 with respect to a rotating coordinate system, then Coriolis force will be 0 എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞു. കോറിയോളിസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ആണ്, റിയൽ ഫോഴ്സസ് അല്ല. എങ്കിലും റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു ഒബ്സർവർക്ക് ഇത്തരത്തിലുള്ള ഫോഴ്സ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുകയാണെങ്കിൽ, ഒരു കാറ് വളരെ ടു ഫാസ്റ്റ് ആയിട്ടൊരു കർവ് നമ്മൾ തിരിഞ്ഞു വരികയാണെങ്കിൽ അവിടെ നമുക്ക് ഇറ്റ് വിൽ സ്കിഡ് ഔട്ട്വേർഡ്സ് ആസ് ഇഫ് പുഷ്ഡ് ബൈ ദ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പ്രസൻസ് ഉള്ള പോലെ രീതിയിൽ ഈ കാറ് ഔട്ട്വേർഡ് സ്കിഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിലെ ഒബ്സർവർക്കും ഇനേർഷ്യൽ ഫ്രെയിമിലെ ഒബ്സർവർക്കും ഇതേ റിസൾട്ട് തന്നെ നമുക്ക് കാണും. പക്ഷെ അവിടെ ഇനേർഷ്യൽ ഫ്രെയിമിൽ അവിടെ കൃത്യമായിട്ട് എന്ന് പറയുന്നത് സൈഡ് വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് കാറിനെ ആ റൂട്ടിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ട ആഡ്വക്കേറ്റ് ഫോഴ്സ് കൊടുക്കാത്തത് കൊണ്ടാണ് അത് ഈ രൂപത്തിൽ സ്കിഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ രണ്ട് രീതിയിൽ ഇനേർഷ്യൽ ഫ്രെയിമിലായാലും റൊട്ടേറ്റിംഗ് ഫ്രെയിമിലായാലും രണ്ട് രീതിയിലുള്ള എക്സ്പ്ലനേഷനാണ് നമുക്കവിടെ പോസിബിൾ ആവുക. അപ്പോൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അതേപോലെ തന്നെ കോറിയോളിസ് ഫോഴ്സിൻ്റെയും സമ്മാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പല പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. പല പ്രോബ്ലത്തിൻ്റെയും ഫിസിക്കൽ എക്സ്പ്ലനേഷൻ നമുക്ക് ഒരു റൊട്ടേറ്റിംഗ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസ് കൊണ്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഫിക്റ്റീഷ്യസ് ഫോഴ്സ്, അതേപോലെ തന്നെ നമ്മളുടെ ഈ രൂപത്തിലുള്ള ഫിക്റ്റീഷ്യസ് ഫോഴ്സുകളായിട്ടുള്ള കോറിയോളിസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ചില എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അപ്പോൾ ചില എക്സാമ്പിൾസുകളാണ് നമ്മളിനി ഈ ലെക്ചറിൽ തുടർന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, examples to illustrate the use of rotating frames or rotating coordinate systems. Rotating coordinate system. ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് എക്സാമ്പിൾ 1, സർഫസ് ഓഫ് എ റൊട്ടേറ്റിംഗ് ലിക്വിഡ്. എക്സാമ്പിൾ 1, സർഫസ് ഓഫ് എ റൊട്ടേറ്റിംഗ് ലിക്വിഡ്. ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ കൺസിഡർ ചെയ്യുക. ഒരു കയറ് കെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ
ഇത്രയും വാട്ടർ ലെവൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഈ ഒരു ബക്കറ്റിൽ നമുക്ക് വെള്ളമുണ്ട്, ആ ബക്കറ്റ് പിടിച്ചിട്ട് നമ്മൾ സ്പിൻ ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബക്കറ്റ് വളരെ ശക്തിയായിട്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ വാട്ടർ ലെവൽ, വാട്ടറിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഈ രൂപത്തിൽ ഒരു പരാബോളോയിഡ് ആയിട്ട് മാറുന്നത് കാണാൻ പറ്റും. It will become like a surface of the rotating liquid will become like a paraboloid. Why? ഇതിൻ്റെ റീസൺ എങ്ങനെ നമുക്ക് ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെയും എക്സാമ്പിൾ വെച്ചിട്ട്, എസ്പെഷ്യലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ കോൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ യു കൺസിഡർ എ ബക്കറ്റ് ഓഫ് വാട്ടർ സ്പിൻസ് വിത്ത് ആംഗുലർ സ്പീഡ് ഒമേഗ. ഒമേഗ ആംഗുലർ സ്പീഡിൽ, ഒമേഗ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനിൽ വരും. ഇറ്റ്സ് റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ സ്പീഡ് ഒമേഗ. എ ബക്കറ്റ് ഓഫ് വാട്ടർ spins with angular speed omega. നമ്മളുടെ ചോദ്യം, what is the shape of the surface of the liquid? What is the shape of the water surface? Assume. The result will be a paraboloid of revolution. എങ്ങനെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നത്, we are discussing this problem in a rotating frame. That rotating frame is a frame attached to the surface of the liquid, or that frame is also rotating with same angular speed omega. That means consider this problem, analyze this problem in a frame rotating with angular speed, with the same angular speed omega. ഈ ഒരു പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലിക്വിഡ് ആ പ്രോബ്ലത്തിൽ അങ്ങനെയായിരിക്കും. നമ്മൾ ഇഫ് ദ ഒബ്സർവർ ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് സെയിം ആംഗുലർ സ്പീഡ് ഒമേഗ, if the observer is observing this problem in a frame rotating with the same angular speed, the problem is purely static. That means water surface-ന്റെ അതേ ആംഗുലർ സ്പീഡിൽ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ the problem will become purely static. വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലമാണ്. എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ വെലോസിറ്റി അല്ലെങ്കിൽ ലിക്വിഡ് സർഫസിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് മീൻസ് then this problem will become is purely static. പക്ഷെ നമ്മൾ ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്ന റൊട്ടേറ്റിംഗ് ഫ്രെയിമിലായതുകൊണ്ട് തന്നെ there will be a fictitious force ഉണ്ടായിരിക്കും. fictitious force എന്ന് പറയുന്നത്, just a minute,
fictitious force F fictitious will be sum of centrifugal plus Coriolis force. നമുക്കറിയുന്നതാണ്. But if the frame is attached with the surface of the rotating liquid, Coriolis force will become zero because V rot is equal to velocity of the particle with respect to the rotating frame is zero. Clear? അപ്പോൾ കോറിയോളിസ് ഫോഴ്സിനെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് മാത്രമാണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ നമുക്കൊരു അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഒരു ഫ്രീ ബോഡി ഡയഗ്രാം അല്ലെങ്കിൽ ഫോഴ്സ് ഡയഗ്രാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫോഴ്സ് ഡയഗ്രാം എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം ഈ പ്രോബ്ലത്തിൽ. നമ്മളൊരു വാട്ടർ സർഫസ് എടുക്കുകയാണ്. ഇതാണ് വാട്ടർ സർഫസ് എന്ന് വിചാരിക്കാം. വാട്ടർ സർഫസിൻ്റെ ഒരു സെക്ഷനാണ് നമ്മളെടുത്തേണ്ടത്. വാട്ടർ സർഫസിൻ്റെ സെക്ഷൻ മാത്രമാണ് നമ്മളെടുത്തേണ്ടത്. അതിൽ ഒരു ചെറിയ സെക്ഷൻ ഓഫ് വാട്ടർ സർഫസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. And this has got a mass. Consider a surface, a portion of the surface with the mass m. With the mass m. Consider here. Okay. അപ്പോൾ ഇതാണ് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. വിത്ത് മാസ് എം ഉള്ള ഒരു പോർഷൻ കൺസിഡർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടെ ആക്ട് ചെയ്യും. വെയിറ്റ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു എം ജി. ആ പാർട്ടിക്കിളിന് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ എർത്ത് ആയിരിക്കും. ദർ വിൽ ബി എ കോണ്ടാക്ട് ഫോഴ്സ് നോർമൽ ടു എ സർഫസ്. കോണ്ടാക്ട് ഫോഴ്സ് F0 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. F0 ഇസ് ദ കോണ്ടാക്ട് ഫോഴ്സ്. Suppose it makes an angle phi and the fictitious force is centrifugal force which is radial. Okay. F centrifugal. നമുക്കറിയാം സെൻട്രിഫ്യൂഗൽ എന്ന് പറയുന്നത് ഒരു യൂണിഫോം സർക്കുലർ മോഷനിൽ എം ഒമേഗ സ്ക്വയർ ആർ ആണ് വരിക. ഒമേഗ ആംഗുലർ വെലോസിറ്റി ആണെങ്കിൽ. ഓക്കെ. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് ആക്ടിങ് അവേ ഫ്രം ദ ഔട്ട്. It is acting in the radially outwards. F centrifugal is radially outwards. For a particle rotating with angular velocity. So F centrifugal force will be in this direction. Okay. F centrifugal. That F centrifugal is F fictitious force. അങ്ങനെ റെപ്രസെൻറ്റ് ചെയ്താലും മതി. നമുക്ക് F fictitious F0 എന്ന് പറയുന്നത് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. F fictitious എന്ന്. അപ്പോൾ നമുക്ക് മൂന്ന് ഇതാണുള്ളത്. ഒരു F0 ഉണ്ട്, F fictitious ഉണ്ട്, പിന്നെ W ഉണ്ട്, mg. ഇതാണ് ഫൈ. ഇതും ഫൈ. സോ സ്റ്റാറ്റിക് ആണ്. ഇക്ലീബ്രിയത്തിലാണെങ്കിൽ ഫോർ ഇക്ലീബ്രിയം കണ്ടീഷൻ, കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ മാസ് ഇക്ലീബ്രിയത്തിലാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് 0 ആണ്. ഫോർ ഇക്ലീബ്രിയം F0 cos phi must be equal to mg. ഈ F0നെ റിസോൾവ് ചെയ്താൽ ഇങ്ങോട്ട് F0 cos phi ഉണ്ടാവും. F0 cos phi ആണ് mgക്ക് ഈക്വൽ ഉണ്ടാവുക.
ഇത് f0 sin phi വരും. f0 sin phi. ഓക്കെ. സോ f0 cos phi is equal to mg എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് f0 sin phi is equal to f fictitious. F fictitious is the f centrifugal, that is equal to m omega square r. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ലെക്ചറിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഒമേഗ സ്ക്വയർ ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. നമ്മൾ ഒമേഗ സ്ക്വയർ റോ എന്നൊക്കെയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്തത്. സെൻട്രിപെറ്റൽ ഫോഴ്സ് ഈസ് സെൻറ്റർ സീക്കിംഗ് ഫോഴ്സ് ആണ്. അതിൻ്റെ മാസ് ഇത് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ആണ്. അതിൻ്റെ കൂടെ മാസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, എവേ ഫ്രം ദ സെൻറ്റർ ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരിക. അതുകൊണ്ടാണ് എഫ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു എഫ് സെൻട്രിഫ്യൂഗൽ ആൻഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് എം ഒമേഗ സ്ക്വയർ ആർ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊരു കോർഡിനേറ്റ് സിസ്റ്റം എടുത്തിട്ട് ഇവിടെ ആറാണ് ഡിസ്റ്റൻസ് എങ്കിൽ നമുക്കങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എം ഒമേഗ സ്ക്വയർ ആർ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയ റിലേഷൻസ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യട്ടെ. എഴുതിയ റിലേഷൻസ് എന്ന് പറയുന്നത് f0 cos phi is equal to w is equal to mg, equation number 1. f0 sin phi is equal to m omega square r, equation number 2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 1 ചെയ്യാം, വിച്ച് വിൽ ഇംപ്ലൈ tan phi is equal to omega square r by g. So you can represent phi is equal to arc tan omega square r by g. Okay, this is the relation. Then ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക, ഇത് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുക്കുക. Then we can consider, ഇപ്പോൾ നമ്മൾ ലിക്വിഡാണ് കൺസിഡർ ചെയ്യുന്നത്. ലിക്വിഡ് സർഫസ് ആയതുകൊണ്ട് തന്നെ ലിക്വിഡ് സർഫസിൽ ഈ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നതായിരിക്കില്ല. ഇവിടെ f0 എന്ന് പറയുന്നത് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഇവിടെ f0 എന്ന് പറയുന്നത് ഈ രീതിയിലായിരിക്കും. ഈ പോയിന്റിൽ f0 എന്ന് പറയുന്നത് എപ്പോഴും f0 will be is perpendicular to the surface of the liquid, and its value is different. ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊരു ടാൻജൻറ്റ് വരച്ചാൽ ആ ടാൻജൻറ്റ് ഇങ്ങനെയാണ് വരിക. ഈ പോയിന്റിലെ ടാൻജൻറ്റ് വേറെ ആയിരിക്കും, ഈ പോയിന്റിലെ ടാൻജൻറ്റ് ഇതായിരിക്കും. ടാൻജൻറ്റ് സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു റൊട്ടേറ്റിംഗ് ലിക്വിഡിൻ്റെ ആക്സിസ്, ഇപ്പോൾ ലിക്വിഡ് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ലിക്വിഡ് റൊട്ടേറ്റ് ചെയ്യുന്നു, ആ റൊട്ടേറ്റിംഗ് ലിക്വിഡിൻ്റെ ആക്സിസ് ആയിട്ട് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുന്നു സെഡ്. ഓക്കെ, അപ്പോൾ ഒന്ന് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെഡ് ഇങ്ങനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു ആക്സിസ്. സെൻറ്ററിൽ അവിടെ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറും റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. നമ്മളുടെ ലിക്വിഡിൻ്റെ സർഫസ് എന്ന് പറയുന്നത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തേക്കാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഇൻസ്റ്റൻറ്റ് കൺസിഡർ ചെയ്തു, ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു. ആ പോയിന്റിലുള്ള കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറയുന്നത് f0 ഇങ്ങനെ വന്നു. അതിനൊരു ടാൻജൻറ്റ് വരയ്ക്കുക. ടാൻജൻറ്റ് വരയ്ക്കുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ
ഈ ആംഗിൾ ഫൈ എന്ന് വിചാരിക്കുക. ഇതാണ് ഫൈ വരിക. സോ ദിസ് ഈസ് ഫൈ. സോ ദിസ് ഈസ് ഓൾസോ ഫൈ. അതിൻ്റെ ഈ രണ്ട്, അതായത് നമ്മൾ ഈ ലൈനും ഈ ലൈനും തമ്മിലുള്ള ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും പെർപെൻഡിക്കുലേഴ്സ് ആയിട്ടുള്ള രണ്ട് ലൈനുകളാണ് ഈ ലൈൻ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് പി, ഇത് ക്യൂ, ഇത് ആർ, ഇത് എസ്. പിയും എസും തമ്മിലുള്ള ആംഗിളാണ് ഫൈ. അപ്പോൾ പിയുടെ പെർപെൻഡിക്കുലറും ക്യൂവിൻ്റെ പെർപെൻഡിക്കുലറും തമ്മിലുള്ള ആംഗിളും ഫൈ വരും. ഓക്കെ. അപ്പോൾ സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? സ്ലോപ്പ് ഓഫ് ടാൻജൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുക ചേഞ്ച് ഇൻ വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിനെ ഡി സെഡ് ബൈ ഡി ആർ എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഫൈ. ടാൻ ഫൈ ഈസ് ഡി സെഡ് ബൈ ഡി ആർ. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ ഒറിജിനിലുള്ള പൊസിഷൻ എന്ന് പറയുന്നത് 0 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഹിയർ z is equal to 0, z is equal to 0, അല്ലെങ്കിൽ r is equal to 0 on the axis. Okay. And z is equal to 0 on the axis. Axis z, axis of point on the surface of the liquid, on the surface of the liquid. ഈ പോയിന്റിൽ z0 നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റും. ഡി സെഡ് ബൈ ഡി ആർ ഇസ് ഈക്വൽ ടു ടാൻ ഫൈ. പക്ഷേ നമുക്ക് ടാൻ ഫൈ എന്ന് പറയുന്നത് തൊട്ട് മുമ്പ് കിട്ടി ഒമേഗ സ്ക്വയർ ആർ ബൈ ജി എന്ന് കിട്ടി. ഒമേഗ സ്ക്വയർ ആർ ബൈ ജി. സോ dz is equal to omega square r by g into dr എന്ന് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യും. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ dz is equal to omega square by g integral r dr എന്ന്. ഇൻ്റഗ്രൽ dz is z omega square r square divided by 2g. Okay. So half omega square by g into r square z. Z മാറും. ഇതെന്തായി? Which is an equation for a paraboloid. Which is an equation for paraboloid. Equation for paraboloid. Paraboloid. That is why the surface will be a paraboloid. അതുകൊണ്ടാണ് സർഫസ് ഒരു പരാബോളോയിഡ് ആയിട്ട്, 3 dimensional ആയിട്ട് ഒരു പരാബോളോയിഡ് ആയിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പ് കിട്ടാൻ കാരണം. അപ്പോൾ നമ്മളത് മാത്തമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്തു. നമ്മളിവിടെ ഉപയോഗിച്ചത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ അപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ക്ലിയർ. വളരെ സിമ്പിളാണ്, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കും. ഇനി അടുത്ത നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കോറിയോളിസ് ഫോഴ്സിൻ്റെ ബിഹേവിയർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വയറിന്മേ ഒരു ബീഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോറിയോളിസ് ഫോഴ്സാണ്. റൊട്ടേറ്റിംഗ് വയറിന്മേ ഒരു ബീഡ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബിഹേവിയറാണ് നമ്മൾ കോറിയോളിസ് ഫോഴ്സ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിളാണ് നമ്മൾ ഇനി അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. അതുവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു.